നമസ്കാരം. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടുന്ന വീഡിയോകളാണ് കോൾ ടു പത്തനാപുരം അല്ലെങ്കിൽ കോൾ ടു ഹരി പത്തനാപുരം എന്ന വീഡിയോ. ഈ വീഡിയോ ഇതിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവരെ ഞാൻ അങ്ങോട്ട് വിളിക്കുക എന്നുള്ളതാണ്. അതിൽ 8075728112 എന്ന നമ്പറിൽ മെസ്സേജ് അയക്കുന്നവരെയാണ്, വാട്സപ്പ് ചെയ്യുന്നവരെയാണ് അങ്ങോട്ട് വിളിക്കുന്നത്. നിങ്ങൾക്ക് പേഴ്സണലി ആണ് സംസാരിക്കേണ്ടത് എങ്കിൽ 9446181210 എന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, വിളിക്കാം. അത് പേഴ്സണൽ നമ്പറാണ്. അപ്പോൾ ഇതിൽ ചില അമ്മമാരല്ലാതെ ചില മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലൊരു അമ്മ എനിക്ക് അയച്ചൊരു വോയിസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ആ വോയിസ് നിങ്ങൾ വ്യക്തമായി കേൾക്കണം. അതോടൊപ്പം ഒരു കാര്യം കൂടി, ഇതിന് ഞാൻ ഈ അമ്മയ്ക്ക് മറുപടി കൊടുത്തത് അമ്മയുടെ പ്രശ്നം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ കേൾക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത് വീട് വെക്കാൻ പോകുന്നവർ, അല്ലെങ്കിൽ ഓൾറെഡി വീട് വെച്ചിട്ടുള്ളവർ, അല്ലെങ്കിൽ വീട് വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നവർ, അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. കാരണം നിങ്ങൾ ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ നാളെയോ എപ്പോഴെങ്കിലുമൊക്കെയോ ഇതേ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ഞാൻ ആ വോയിസ് ആദ്യം നിങ്ങളെ കേൾപ്പിക്കുകയാണ്, പിന്നെ അതിനുള്ള മറുപടി ഞാൻ തരാം. ഇപ്പോൾ വോയിസ് നിങ്ങളൊന്ന് കേൾക്കുക. സാറേ നമസ്കാരം. സാർ സൂര്യ ടി വിക്കകത്ത് പ്രോഗ്രാം നടത്തുന്ന സമയത്ത് ഞാൻ അന്ന് സാറിന്റെ നമ്പർ എടുത്തിട്ടാ. പിന്നെ 2-3 പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. ഞാൻ 58 വയസ്സുള്ള വീട്ടമ്മയാ. എന്റെ മകനിന്റെ വീടിന് പിന്നെ ഒരു പ്ലാൻ വരച്ചതായത്. ഇന്നലെ 11:45 12:15 ഇടയിലായിട്ട് ജോലിസരി വന്നു, വാസ്തു വിദഗ്ധം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വീടിന്റെ പ്ലാനും എല്ലാം എടുത്ത് പിന്നെ അതിന്റെ കോൺട്രാക്ട് വന്നെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് അഗ്നിക്കോണിൽ, അതായത് കിഴക്ക് തെക്ക് മൂലയ്ക്ക് ഞങ്ങൾക്ക് അങ്ങോട്ട് സ്ഥലമില്ല. ആകെ 7 സെന്റ് സ്ഥലം മൊത്തമുള്ള 1 സെന്റ് സ്ഥലം വഴിക്ക്, അതായത് വടക്ക് ഭാഗത്ത് വഴി ഈ കുടുംബ വീട് വരിക്കുന്നത്, അത് 4 സെന്റ് സ്ഥലത്തിന്റെ അകത്താണ് ഇരിക്കുന്നത്. അപ്പം അതിലോട്ട് കൂടെ അവന്റെ 1 സെന്റ് സ്ഥലം ഇറങ്ങി കിടക്കുന്നത്. പിന്നെ പോയിട്ട് 6 സെന്റ് സ്ഥലമേ ഉള്ളൂ. അതിന്റെ അകത്ത് 6 കിണർ ഈ പുരാടത്തിന്റെ അകത്ത് കുഴിച്ചിട്ടും വെള്ളമില്ലായിരുന്നു, എല്ലാം പാറയായിരുന്നു. കഴിഞ്ഞ വർഷം 3.5 ലക്ഷം രൂപയുടെ പാറ പൊട്ടിച്ചിട്ട് അന്നേരം കുറച്ച് വെള്ളം കിട്ടി. ഈ ഡിസംബർ 25 വരെ കഷ്ടി വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങ് നിന്നു. പിന്നെ വെള്ളമില്ലായിരുന്നു. വീണ്ടും വെള്ളം ഞങ്ങൾ വില കൊടുത്ത് മേടിച്ചു. 1500 ലിറ്റർ വെള്ളത്തിന് 650 രൂപ മേടിക്കുന്നത്. അപ്പം ഈ വാസ്തു അടിസ്ഥാനത്തിൽ വാനം എല്ലാം ഇന്നലെ വന്ന് എല്ലാം എടുത്ത് മരണച്ചുറ്റാന്ന് പറഞ്ഞുകൊണ്ട് ജോലിസരി ഇങ്ങനെ പറഞ്ഞു. അതായത് കിണർ മൂടണം. അത് കഴിഞ്ഞേച്ച് ഈ 3.5 ലക്ഷം രൂപയ്ക്ക് കഴിഞ്ഞ വർഷം കുഴിച്ച കിണർ ഈയിടെ 3 ദിവസം തമര് വെച്ചു. ഒരു ദിവസം 19,000 രൂപയാ. അങ്ങനെ 3 ദിവസം തമര് പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആകെ തകർന്നു പോയി. എന്താ പുള്ളി പറഞ്ഞു, അമ്പലമുണ്ട് അവിടെ, അതിന്റെ പുറകിലായിട്ടാണ് ഞങ്ങളുടെ ഈ വീട് വന്നേക്കുന്നത്. അപ്പൊ ഇന്നലെ വന്ന ആ വാസ്തു എടുത്ത പുള്ളി പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പം 3 ദിവസം കണ്ടു പിടിച്ചപ്പോഴത്തേക്ക് തല തല്ലി ഞാൻ കരഞ്ഞേച്ച് വിളിക്കുക. എന്റെ ഗുരുവായൂരപ്പനെ വിളിച്ചു. അത് പറയാൻ ഞാൻ ഗുരുവായൂരപ്പനോട് കുറെ അങ്ങ് സംസാരിച്ചു. എന്റെ ഒരു മനസ്സിന്റെ ഇത് മുഴുവൻ ഒരു വ്യക്തിയോട് പറയുന്ന രീതിയിൽ ഞാൻ ഗുരുവായൂരപ്പനോട് സംസാരിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വെച്ച തമരിനകത്തുനിന്ന് ഒരു ടാപ്പ് തുറക്കുമ്പോൾ എത്ര വെള്ളം വരുന്നു അതേപോലെ ഉറവ വെള്ളം വന്നു. ആ വെള്ളം പണിക്കാറയിലോട്ട് കുപ്പി ഇട്ട് കൊടുത്തു. ആ കുപ്പിക്കകത്ത് പിടിച്ചു തന്നു. ആ വെള്ളം കൊണ്ട് ഞാൻ ഗുരുവായൂർ പോയി ഗുരുവായൂരപ്പന്റെ കൊടിമരച്ചോട്ടി വെച്ച് തുളസിമാല ഇട്ടേച്ച് ഞാൻ പോരുന്നു. പിന്നെ ഇഷ്ടം പോലെ വെള്ളം അകൻ്റെ. ഇന്നലെ വാസ്തു നോക്കി അധികം വന്നിട്ട് പറഞ്ഞു, ആ കിണർ മൂടണമെന്ന് പറഞ്ഞു. അതായത് അതിരിക്കുന്നത് കിഴക്ക് തെക്ക് മൂലയ്ക്കാ വന്നേക്കുന്നത്. അപ്പൊ അവിടെ കിണർ വന്നാൽ അത് ആപത്താന്നാ പറയുന്നത്. ഇത്രയും വെള്ളമുള്ള കിണർ മൂടിയിട്ട് ഈ ജീവിതകാലം മുഴുവൻ വെള്ളം വിലക്ക് മേടിച്ച് ജീവിക്കാൻ പറ്റുമോ? ഇതിനെന്തെങ്കിലും ഒരു പോമഴി ഉണ്ടോ? സാറ് നല്ലൊരു മറുപടി എനിക്കിതിന് തരണം. ഒത്തിരി സങ്കടത്തോടെ ഞാനിത് സാറിന്റെ മുന്നിൽ ഈ വീഡിയോ ഇടുന്നത്. സാറ് വായിക്കുന്ന മറുപടി ഇടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീടിന്റെ പ്ലാനും സാറിന് ഇട്ടിട്ടുണ്ട്. സാർ ഒന്ന് നോക്കിയിട്ട് പറയുമോ? വീടിന്റെ പ്ലാനൊക്കെ ഞാൻ നോക്കി, ഞാൻ മറുപടി കൊടുത്തു. പക്ഷെ ഇത് നിങ്ങളിൽ പലരും ചിലപ്പോൾ ഫേസ് ചെയ്യാൻ ഇടയുള്ള ഒരു കാര്യമാണ്. ഞാൻ പലപ്പോഴും എൻ്റെ പ്രോഗ്രാമിലും വീഡിയോകളിലും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, അമ്മ വളരെ വേദനയോടുകൂടി പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അവർക്ക് 6.5 സെന്റ് വസ്തു മാത്രമാണ് വീട് വെക്കാൻ വേണ്ടി അവർക്കുള്ളത്. ആ 6.5 സെന്റിനകത്താണ് അവർ 6 കിണർ കുഴിച്ചത്. ഈ 6 കിണറിലും വെള്ളം കണ്ടില്ല, വെള്ളമില്ലായിരുന്നു. അവസാനം അവർ 7ാമത്തെ കിണർ കുഴിച്ചപ്പോൾ അവിടെ അവര് വലിയ ഗുരുവായൂരപ്പൻ ഭക്തയാണ് ആ അമ്മ ഗുരുവായൂരപ്പനെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരമ്മയാണ്. എന്താണെങ്കിലും അവിടെ കിണർ കുഴിച്ചപ്പോൾ വെള്ളം കണ്ടു. ആ അമ്മ വിശ്വസിക്കുന്നത് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചു, ഗുരുവായൂരപ്പനെ നേർച്ചയിട്ടു. അതുകൊണ്ട് ആ പറഞ്ഞ സമയത്ത് തന്നെ വെള്ളം കണ്ടു. അതുകൊണ്ട് ആ ആദ്യത്തെ വെള്ളം എടുത്തുകൊണ്ട് അവർ ഗുരുവായൂർ അമ്പലത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് ഈ അമ്മ പറയുന്നത്. ഇവർ വെള്ളം മേടിച്ചുകൊണ്ടിരിക്കുന്നത് 1500 ലിറ്റർ വെള്ളം 650 രൂപ കൊടുത്തിട്ട് വാങ്ങിയാണ് അവർ ഉപയോഗിക്കുന്നത്. ഈ ചെറിയ ഒരു സ്ഥലത്താണ് അവർ പിന്നെ വീട് വെക്കാൻ വാനമെടുത്തു കഴിഞ്ഞപ്പോൾ അത് മരണച്ചുറ്റാണ് എന്ന് പറയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ചെറിയ വസ്തുവിൽ ഒന്ന് വീട് വെക്കേണ്ടി വരുന്ന ഒരാൾ ആ വീട് വെക്കാൻ ശ്രമിച്ച് 6 കിണറുകൾ കുഴിച്ചിട്ട് ആ 6 കിണറ്റിലും വെള്ളം കാണാതെ വന്നപ്പോൾ, ഈ 6 കിണറും വാസ്തുപരമായി കുഴിച്ച കിണറുകളാണ്. അതായത് വടക്ക് കിഴക്ക് മീനരാശിയിലും അവിടെ ഇവിടെയൊക്കെ കുഴിച്ചാണ്, അതുമായിട്ട് ചേർന്നൊക്കെ കുഴിച്ചാണ്. അവിടെ ഒന്നും വെള്ളം കണ്ടിട്ടില്ല. എന്നിട്ടാണ് അവര് തെക്ക് കിഴക്കേ മൂലയ്ക്ക് അവർ ആ കിണർ കുഴിച്ചത്. അവിടെ അവർക്ക് വെള്ളം കിട്ടുകയും ചെയ്തു, ഇഷ്ടംപോലെ വെള്ളവുമുണ്ട്. അപ്പം ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ, ഒരു ദയയുമില്ലാതെ ഒരു വാസ്തു നോക്കാൻ വന്ന ഒരാൾ അത് മൂടിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ പിന്നെ അമ്മയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഒരു ഓപ്ഷനും ഇല്ല.
അത് മൂടിയിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇതോടെ തകരും, നിങ്ങൾ എന്തോ ആരെങ്കിലും ഒരാൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞു ആലോചിച്ചു പോകും. എന്തൊരു അവസ്ഥയാണിത്. ഇത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുക, വിശ്വാസികളാണെങ്കിൽ നമ്മൾ വാസ്തു എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ഒരു ഗ്രന്ഥമല്ല, ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ വാസ്തുഹോര എന്നൊക്കെ പറയുന്ന ഗ്രന്ഥത്തിൽ ഒരുപാട് ഓപ്ഷൻസ് പറയുന്നുണ്ട്. അതായത് ഇന്ന കാര്യം ഇന്നടത്ത് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യം ചെയ്ത് മറ്റിടത്ത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് ആണ് പറയുന്നത്. അത് നിങ്ങൾക്ക് ഒരു വീട് വെക്കുമ്പോൾ, ഒരു ചെറിയ വസ്തുവിൽ വീട് വെക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മീനരാശിയിലോ കുംഭരാശിയിലോ മേടരാശിയിലോ ഒന്നും കിണർ കുഴിക്കാൻ സാധ്യമായി വരണമെന്നില്ല. കാരണം തൊട്ടടുത്തടുത്ത് വീടുണ്ടാവും. മറ്റൊരാളുടെ വീടിന്റെ ഏതെങ്കിലും സെപ്റ്റിക് ടാങ്കോ ഒക്കെയുള്ള സ്ഥലത്തായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ വടക്ക് കിഴക്കേ മൂല വരിക. അങ്ങനെ വരാമല്ലോ. അപ്പോൾ ഈ തരത്തില് ഈ വീട് വെക്കേണ്ടി വരുന്ന സന്ദർഭത്തില് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് എവിടെയാണോ വെള്ളത്തിന്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ എവിടെയാണോ കുഴിക്കാൻ കഴിയുന്നത് അവിടെ കിണർ കുഴിക്കുക. ജലസംഭരണി വടക്ക് കിഴക്കേ മൂലയ്ക്ക് വെക്കുക. അതാണ് ഓപ്ഷൻ. ഇനി തെക്ക് കിഴക്ക് വെച്ചു, നിങ്ങൾക്ക് ജലസംഭരണി വടക്ക് കിഴക്ക് വെക്കാൻ പറ്റില്ല. വാസ്തുഹോരയിൽ പറയുന്നുണ്ട് നിങ്ങളൊരു ചെറിയ കെട്ടുകെട്ടി സ്വതന്ത്ര വാസ്തു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പറയുന്നുണ്ട്. ഞാനിത് പറയുന്നത് വാസ്തു നിയമങ്ങളാണ്. അപ്പൊ ഓപ്ഷനബിൾ ആണ്. അല്ലാതെ ഒരാൾ വന്നിട്ട് കഷ്ടപ്പെട്ട് പൈസ മുടക്കി ഇപ്പൊ 6 കിണർ കുഴിച്ചപ്പോൾ തന്നെ എത്ര രൂപ പോയിട്ടുണ്ടാവും? ഏകദേശം 3-4 ലക്ഷം രൂപ ചെലവായിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു കിണർ കുഴിച്ചപ്പോഴും പിന്നെയും 19,000 രൂപയ്ക്ക് മേളിൽ പോയിട്ടുണ്ടാവും. ആ കിണറിൽ വെള്ളം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ വന്ന് അത് മൂടാൻ പറയുന്നത് എന്തു വാസ്തുവാണ്? നിങ്ങൾ മനസ്സിലാക്കുക, വീട് വെക്കാനാണ് വാസ്തു, കിണർ കുഴിക്കാനാണ് വാസ്തു, നിങ്ങൾക്ക് താമസിക്കാനാണ് വാസ്തു. അല്ലാതെ നിങ്ങൾ കുഴിച്ച കിണർ മൂടാനോ നിങ്ങൾ എടുത്ത മാനം മൂടാനോ നിങ്ങൾ വെച്ച വീട് ഇടിച്ചു പൊളിക്കാനോ അല്ല വാസ്തു എന്ന് നിങ്ങൾ വാസ്തു വിശ്വസിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക. ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഓപ്ഷൻസ് പറയുന്നുണ്ട്. അത് നമുക്ക് എടുത്ത് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ ഇടിച്ചു പൊളിക്കലുകളോ മൂടി നികത്തലുകളോ ഒന്നുമല്ല വാസ്തു പറയുന്നത്. അതിൽ ഓപ്ഷൻസ് ആണ് പറയുന്നത്. ആ ഓപ്ഷൻ സ്വീകരിച്ചുകൊണ്ട് ഞാൻ അമ്മയെ വിളിച്ച് സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്, എല്ലാം മനസ്സിലാക്കിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത് നിങ്ങൾക്കൊരു പബ്ലിക് അവയർനെസ് എന്ന നിലയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഈ വാസ്തുവിന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയുള്ളതാണ്. ഇതിൽ ഒരുപാട് മനുഷ്യാലയ മഹാചന്ദ്രിക മുതൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഈ വാസ്തുവിന്റെ ഓപ്ഷൻസ് പറയുന്ന, അതായത് ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെയുണ്ട് എന്ന് പറയുന്ന വാസ്തുഹോര പോലെയുള്ള വളരെ പുരാതനമായിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് ഓപ്ഷൻസ് പറയുന്നുണ്ട്. ആ ഓപ്ഷൻസ് സ്വീകരിച്ചുകൊണ്ട് പോകാം. അല്ലാതെ ഒരു വീട് വെച്ചിട്ട് നിങ്ങൾ ഏറ്റവും മനസ്സിലാക്കുക, നിങ്ങളൊരു എഞ്ചിനീയറെ കാണിച്ചൊരു പ്ലാൻ വരച്ചാൽ, നിങ്ങൾക്ക് വിശ്വാസമുള്ളവരാണെങ്കിൽ ഒരു വാസ്തുവിനെ കാണിച്ച് അപ്രൂവൽ മേടിച്ചാൽ പിന്നെ ഇതിലേയും പോകുന്നവരെ ഒന്നും കയറ്റി അഭിപ്രായം ചോദിക്കരുത്. ഇവർ നെഗറ്റീവേ പറയുള്ളൂ. ഇതിലൊരു ചെറിയ വിഭാഗം ആളുകൾ, ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്, നല്ല വാസ്തു നോക്കുന്ന, നല്ല മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്ന, വീട് വെച്ചൊരാൾ താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വാസ്തു അറിയാവുന്ന ആളുകളുണ്ട്. എന്നാൽ ചെറിയൊരു ശതമാനം സാഡിസ്റ്റുകളാണുള്ളത്. ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സമ്മതിക്കത്തില്ല. ഒരു വീട് വെക്കാൻ സമ്മതിക്കത്തില്ല, ഒരു കിണർ ഒഴിക്കാൻ സമ്മതിക്കത്തില്ല, ഒരാൾ താമസിക്കാൻ സമ്മതിക്കത്തില്ല. അവർ താമസിച്ച് വരുമ്പോൾ അവരുടെ വീടിന്റെ ഏതെങ്കിലും മൂല ഇടിച്ചു പൊളിച്ച് കളയാതെ ഇവർക്ക് മുന്നോട്ട് പങ്കിടില്ല. ഇവർക്ക് ഈ രീതിയിൽ അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫിനാൻഷ്യലി എത്രമാത്രമാണ് ഇത് തകർക്കുന്നത്. ഒരു വീട് വെക്കാൻ പോകുന്ന ആളെ ഇവർക്കിപ്പോ എത്ര രൂപയാണ് ഇവർക്ക് ഈ വിഷയത്തിൽ ചെലവായിട്ടുള്ളതെന്ന് അറിയോ? ഇത്രയും കിണർ കുഴിക്കുകയും ഈ കിണർ ബാക്കി കുഴിച്ച് വെള്ളം കണ്ടെത്തിയതിൽ നിങ്ങൾ അതുകൂടി മൂടാൻ പറയുമ്പോൾ എന്ത് മനസാക്ഷിയില്ലായ്മയാണ് നിങ്ങൾ ആ വീട്ടുകാരോട് പറയുന്നത്? അവർ ഈ വിശ്വാസികളായതുകൊണ്ടല്ലേ നിങ്ങൾക്ക് അവരെ ഇങ്ങനെ ചൂഷണം ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ ഇത് മനസ്സിലാക്കണം. ഇനി എനിക്ക് വിശ്വാസികളോടാണ് പറയാനുള്ളത്, ഇതൊക്കെ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളാണ്, നമുക്ക് വീട് വെച്ച് താമസിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളാണ്. അതുകൊണ്ട് ദയവായി നിങ്ങൾ മനസ്സിലാക്കുക, ഇവർ ഈ പറയുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ. ഇവര് നെഗറ്റീവുകളാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ പോസിറ്റീവാണെന്നേ. ഇത് താമസിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിലെ നിയമങ്ങൾ. അത് മനസ്സിലാക്കി നിങ്ങൾ വീട് വെച്ച് താമസിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക. ഞാൻ ആ അമ്മയടുത്തെല്ലാം പറഞ്ഞ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതൊരു പബ്ലിക് ഇൻഫർമേഷൻ ആയതുകൊണ്ടാണ് ഞാനിത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. അത് അമ്മയുടെ വോയിസ് സഹിതമാണ് ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങളിത് മനസ്സിലാക്കുക. വെറുതെ കൊണ്ടുവന്ന് ആളുകൾക്ക് പൈസ കൊടുക്കുക, വെറുതെ വീട് വെച്ചിട്ട് ഇടിച്ചു പൊളിച്ച് കളയുക, കെട്ടിയ വാനം പൊളിച്ച് കളയുക, കിണർ കുഴിച്ചത് നികത്തി കളയുക, ഇതൊന്നുമല്ല പരിഹാരം. ഇതൊന്നുമല്ലാത്ത ഒരുപാട് പരിഹാരങ്ങളുണ്ട്. അത് ചെയ്താൽ മതി. നമസ്കാരം.